മുല്ലപ്പെരിയാറിൻ്റെ നിലനിൽപ്പിൽ കടുത്ത ആശങ്കയുമായി കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി. വയനാട് ദുരന്തത്തിനു ശേഷം മുല്ലപ്പെരിയാർ സോഷ്യൽ മീഡിയയിൽ കത്തുന്ന അവസരത്തിലാണ് സുരേഷ് ഗോപി തൻ്റെ ആശങ്ക അറിയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന താരത്തിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റിന് വലിയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇടുക്കി രൂപതയും മുല്ലപ്പെരിയാറിലെ ആശങ്ക വ്യക്തമാക്കി രംഗത്ത് വന്നിരുന്നു. മുല്ലപ്പെരിയാറിൽ 5 തവണ സന്ദർശിച്ചിട്ടുള്ള PC ജോർജ് ഡാമിൻ്റെ അവസ്ഥ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഇടുക്കി രൂപതയും രംഗത്ത് വന്നത്. ആശങ്ക പ്രചരിപ്പിക്കുന്നു എന്ന രീതിയിലുള്ള പ്രസ്താവനകൾക്ക് ഇടുക്കി രൂപത മറുപടി നൽകുന്നുണ്ട്. ജനങ്ങളുടെ ആശങ്ക അകറ്റാനാണ് ആദ്യം നടപടി എടുക്കേണ്ടതെന്നാണ് രൂപതയുടെ അഭിപ്രായം. ഇതേ നിലപാട് തന്നെയാണ് സുരേഷ് ഗോപിയും സ്വീകരിച്ചിട്ടുള്ളതെന്നത് വളരെ ശ്രദ്ധേയമാണ്. ഇടുക്കിയിൽ വളരെ സ്വാധീനമുള്ള രൂപതയാണ് ഇടുക്കി രൂപത. അതേസമയം ഇത്തരത്തിലുള്ള ആരോപണങ്ങളെ തുടക്കം മുതൽ തള്ളിക്കളയാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിലുള്ള കേരള കോൺഗ്രസ് പ്രതിനിധിയായ റോഷി അഗസ്റ്റിൻ സ്വീകരിച്ചിട്ടുള്ളത്. പുതിയ അണക്കെട്ട് വേണം, എന്നാൽ ഭീതി പരത്തരുതെന്നും ഭീതി പരത്തിയാൽ പോലീസ് നടപടിയെടുക്കുമെന്നുമുള്ള ഒരു മുന്നറിയിപ്പാണ് കഴിഞ്ഞ ദിവസം റോഷി അഗസ്റ്റിൻ നൽകിയത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇടുക്കി രൂപത തന്നെ രംഗത്ത് വന്നതെന്നത് വളരെ ശ്രദ്ധേയമാണ്. നേരത്തെ മുല്ലപ്പെരിയാറിനുള്ള സമരങ്ങളിൽ മുൻനിരയിലുണ്ടെന്ന റോഷി ഭരണപക്ഷത്തായോടുകൂടി സ്വരം ദുർബലപ്പെടുത്തുകയായിരുന്നു. അതിനു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി മുല്ലപ്പെരിയാർ വിഷയം ഏറ്റെടുത്ത് രംഗത്ത് വന്നതെന്ന് ശ്രദ്ധേയമാണ്. വയനാട് ദുരന്തത്തിന് കാരണമായതിന് അതിതീവ്ര മഴ ഒരു വലിയ ഘടകമാണെന്ന് പഠന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയും അത്തരത്തിൽ ദുർബലമായ മേഖലയിലുള്ള അണക്കെട്ടിൻ്റെ ഭാവിയെക്കുറിച്ച് സ്വാഭാവികമായും ജനങ്ങൾ ആശങ്കപ്പെടും. അത് മനസ്സിലാക്കി വിവേകപൂർണമായ നടപടികളാണ് ഇപ്പോൾ ഉള്ള ആവശ്യം.